തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴും നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. എത്ര മനോഹരമായാണ് തിരുവോണം എന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ശ്രീകുമാരൻ തമ്പിയും MK അർജുനൻ മാസ്റ്ററും ചേർന്ന് ചിട്ടപ്പെടുത്തിയത്. അതിമനോഹരമായി ആരഭി രാഗത്തിലായിരുന്നു ഇത് ചിട്ടപ്പെടുത്തിയത്. വാണി ജയറാം അതിമനോഹരമായി ഇത് പാടുകയും ചെയ്തു. ഇന്നും തിരുവോണത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്രത്തോളം കഴിവുള്ള പാട്ട് മറ്റൊന്നുമില്ല തന്നെ. ഓണക്കാഴ്ചകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങളുടെ ടീം കൊണ്ടുപോവുകയാണ്. അത്തം പത്തോണമെന്നാണ് പണ്ടേയുള്ള ഒരു വാമൊഴി. മത്തൻ പൂത്താൽ അത്തമെത്തി ഓണമെത്തി എന്നൊരു വാമൊഴിയും കൂടെയുണ്ട്. അത്തം മുതൽ 10 ദിവസം തിരുവോണത്തിൽ അവസാനിക്കുന്ന ദിനങ്ങളാകുന്നു ഓണമഹോത്സവമായി ലോക മലയാളികൾ ആഘോഷിച്ചു വരുന്നത്. ഭാദ്രപദ മാസത്തിലെ അഥവാ ശ്രാവണ മാസത്തിലെ ചിങ്ങമാസത്തിലെ ഏറ്റവും പ്രധാന ഉത്സവമാകുന്നു ഓണം. അതൊരു കൊയ്ത്തുത്സവം കൂടെയാണ്. മേടത്തിൽ വിത്തിട്ട് ചിങ്ങത്തിൽ കൊയ്യുന്ന ഒരു കാർഷിക സമ്പ്രദായം പണ്ട് മുതലേ നമുക്കുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ചിങ്ങം കന്നിയിൽ നാം വിത്തിട്ട് മേടമാസത്തിൽ കൊയ്യുന്നു. വിഷു വരുന്ന ഒരു ആചാരവുമുണ്ട്. 2 പ്രധാനപ്പെട്ട ആചാരങ്ങളും കാർഷിക സംസ്കാരവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവിടെ അത്തം മുതൽ 10 ദിനങ്ങളിലായി നാം പൂക്കളിടുന്നു, മാവേലിയെ വരവേൽക്കുന്നു. അങ്ങനെ മലയാളിക്ക് ബാല്യകാലം മുതലുള്ള അനുഭവങ്ങൾ എത്ര വലിയ പ്രായത്തിലായാലും അല്ലെങ്കിൽ ഏത് താഴ്ന്ന നിലയിൽ നിന്നും എത്ര ഉന്നതിയിൽ എത്തിച്ചേർന്നാലും ഓണം അല്ലെങ്കിൽ വിഷു മലയാളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഗൃഹാതുരത്വമുണർത്തുന്ന ഉത്സവങ്ങളാണ്. അത്തന്നാൾ മുതലാണ് നാം പൂക്കളിടാൻ തുടങ്ങുക. അങ്ങനെ 10 ദിവസത്തെ പൂക്കളാണ് നാം ഇടുക. ചിങ്ങമാസത്തിലെ അത്തത്തിന് ഏറ്റവും അധികം പ്രത്യേകത എന്തെന്നാൽ അത് വിനായകൻ്റെ ഗണപതിയുടെ ജന്മനക്ഷത്രമാകുന്നു. അങ്ങനെ വിനായകൻ്റെ ഗണപതിയുടെ ജന്മനക്ഷത്രം തുടങ്ങി മഹാവിഷ്ണുവിൻ്റെ തിരുവോണത്തിൽ അവസാനിക്കുന്നു നമ്മുടെ 10 ദിനങ്ങളും. അതിനാൽ ഈ 10 പൂക്കളുമായി ബന്ധപ്പെടുന്ന 10 ദിനങ്ങളും വളരെയധികം ദേവതകളുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആദ്യത്തെ ദിനം തന്നെ അത്തനാളിൽ തന്നെ നാം നമ്മുടെ പൂക്കളമിടുന്നത് ആരംഭിക്കുന്നത് തുമ്പപ്പൂവിലാണ്. വെളുത്ത പൂവാണ് ആദ്യത്തെ ദിവസം നാം ഗണപതിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പൂവിടുവാൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ദിവസവും വെള്ളപ്പൂവാണ്. ചിത്രനക്ഷത്രമായാലും വെള്ളപ്പൂവാണ്. 3-ാം നാൾ ചോതി നക്ഷത്രം മുതലാണ് പൂക്കൾക്ക് വർണ്ണവ്യത്യാസങ്ങൾ വരുന്നത്. ചെമ്പരത്തി മുതലുള്ള കളർഫുള്ളായ പൂക്കൾ നാം ഉപയോഗിക്കുന്നത് ചോതി നാളിൽ മുതലാണ്. ഇങ്ങനെ ഓരോ ദിവസം വന്ന് ഉത്രാടം നക്ഷത്രമാണ് ഏറ്റവും പ്രധാനമായ വലിയ പൂക്കളം നാം ഇടുന്നത്. ഉത്രാടത്തിന് 10 നിറത്തിലുള്ള പൂക്കളാണ് നാം ഇടുന്നത്. അവസാനത്തെ തിരുവോണ നാളിൽ തുമ്പക്കുടവും തുളസിയും ചേർന്നാണ് നാം പൂക്കൾ ഇടുന്നത്. അന്ന് നാം തൃക്കാക്കരയപ്പനെ പൂക്കളത്തിൽ വെക്കുന്നു. തൃക്കാക്കരയപ്പനെ തുമ്പക്കുടം കൊണ്ട് പൂമൂടൽ നടത്തുന്ന ദിവസത്തോടുകൂടി നമ്മുടെ തിരുവോണം അവസാനിക്കുന്നു. ഈ 10 ദിനങ്ങളും ഓരോ ദേവതകളുമായി അഭേദ്യമായ ബന്ധങ്ങളുണ്ട്. 1-ാമത്തെ ദിവസം അത്തം നക്ഷത്രം ഗണപതിയും, 2-ാം ദിവസം ശിവശക്തിയും, 3-ാം ദിവസം സാക്ഷാൽ പരമശിവനും, 4-ാം ദിവസം ബ്രഹ്മാവും, 5-ാം ദിവസം പഞ്ചഭൂതങ്ങളും, 6-ാം ദിവസം ഷൺമുഖൻ അഥവാ മുരുകനും, 7-ാം ദിവസം ഗുരുവും, 8-ാം ദിവസം അഷ്ടദിക്പാലകരും, 9-ാം ദിവസം ഇന്ദ്രനും, 10-ാം ദിവസം മഹാവിഷ്ണുവുമാണ് ഈ 10 ദിനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവതകൾ. അതിനാൽ നാം പൂക്കളം ഇടുമ്പോഴും അവിടെ ദേവതാ സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾ അറിയുക. ഓണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ 2 ആചാരങ്ങൾ 2 ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓണക്കാഴ്ച എന്ന ഒരു പ്രത്യേക വഴിപാട്
നമ്മുടെ സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട്. ഉത്രാടം നാളിൽ ആയിരക്കണക്കിന് കാഴ്ചക്കുലകൾ ഭഗവാന് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗങ്ങളിൽ ചങ്ങാലിക്കോടൻ എന്ന നേന്ത്രവാഴയാണ് ഇവിടെ അതിനായിട്ട് മാത്രം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഭക്തരത് ഗുരുവായൂരെത്തിച്ച് അവിടെ കാഴ്ചക്കുലിയായി ഭഗവാന് സമർപ്പിക്കുന്നു. പിറ്റേന്നാൾ ആ മൂത്തുപഴുത്ത ആ നേന്ത്രപ്പഴം കൊണ്ട് പഴപ്പായസം എന്ന പ്രത്യേക വഴിപാട് ഭഗവാന് സമർപ്പിച്ചിട്ട് അത് ഭക്തർക്ക് അന്നദാനത്തോടൊപ്പം വിതരണം ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാകുന്നു തിരുവോണ നാളിൽ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് സമർപ്പിക്കുന്ന ഓണവില്ല്. പ്രകൃതിദത്തമായ ചായക്കൂട്ടുകളിൽ 41 ദിവസം വ്രതമെടുത്ത് അതിൻ്റെ അവകാശികൾ ദശാവതാരം വില്ല്, അനന്തശയനം വില്ല്, ശ്രീരാമ പട്ടാഭിഷേകം വില്ല് തുടങ്ങിയ 12 ജോഡി വില്ലുകൾ ഉണ്ടാക്കി അവിടെ ഭഗവാന് സമർപ്പിക്കുന്ന വളരെ വിശേഷപ്പെട്ട വഴിപാടാകുന്നു ഓണവില്ല്. ഇപ്രകാരം നന്മകളാലും കാഴ്ചകളാലും ഉത്സവങ്ങളാലും സമൃദ്ധമാകുന്നു തിരുവോണം. വടക്കൻ മലബാറിൽ ഓണപ്പൊട്ടൻ മുതൽ എല്ലാതരം പ്രാദേശികമായ സങ്കല്പങ്ങളും, തൃശ്ശൂർ ഭാഗങ്ങളിൽ പൂരക്കളിയും പുലിക്കളിയും മുതൽ രാജവീഥികൾ നിറഞ്ഞ് ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി ഒരു ഉത്സവ ഛായയോടെ തിരുവോണ നാളിനെ വരവേൽക്കുന്നു. തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ അല്ലെങ്കിൽ ദൂരത്തുള്ള ആളുകൾ തൻ്റെ ഭാര്യാസന്താനങ്ങളെ ഈ പ്രത്യേക ദിനങ്ങളിൽ കണ്ട് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്ന ഒരു അനുഭൂതിയാകുന്നു തിരുവോണം. നല്ല വസ്ത്രങ്ങൾ, ഓണപ്പുടവ ധരിച്ച് ബന്ധുഗൃഹങ്ങളും സുഹൃദ്ഗൃഹങ്ങളും ഒക്കെ സന്ദർശിച്ച് തന്നെ ഈ ഉത്സവത്തെ നാം മഹത്തരമാക്കുന്നു. ഇന്ന് കേരളത്തിലെ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലുള്ള മലയാളികൾ, ലോകത്തിലുള്ള മുഴുവൻ മലയാളികളും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തങ്ങളുടെ വിദേശത്താണെങ്കിൽ അവിടെയുള്ള തൻ്റെ അറബാബിയൊക്കെ ക്ഷണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിദേശത്തുള്ളവർ തൻ്റെ സായിപ്പിനെ, മേലധികാരികളെ ക്ഷണിച്ചുകൊണ്ട് ഓണത്തിന് സദ്യ വിളമ്പി, വലിയ തൂശനിലയിൽ സദ്യ വിളമ്പി എല്ലാവർക്കും ഓണസമ്മാനം കൊടുത്ത് നല്ല ഭക്ഷണത്തോടുകൂടി തിരുവോണത്തെ വരവേൽക്കുന്ന ഒരു നല്ല കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സമൃദ്ധമായ തിരുവോണത്തെ ആശംസിക്കുന്നു. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മൊട്ടില്ല താനും.